കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ചാപ്പാറ പാറയ്ക്കൽ 42 വയസ്സുള്ള മനോജിനെയാണ് ബന്ധു ആക്രമിച്ചത്. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ ശക്തി തെളിയിച്ച് COAയുടെ വൈദ്യുതി ഭവൻ മാർച്ച്. KSEBയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൗരവമായി നടപടിയെടുക്കണമെന്ന് മുൻ MP TN പ്രതാപൻ. അന്തർസംസ്ഥാന വാഹനമോഷണത്തിൽ തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശിയും കാപ്പ പ്രതിയുമടക്കം 5 പേർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്നും 5 വാഹനങ്ങൾ കണ്ടെടുത്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ചാപ്പാറ പാറയ്ക്കൽ 42 വയസ്സുള്ള മനോജിനെയാണ് ബന്ധു ആക്രമിച്ചത്. മുഖത്തും തലയിലും പരിക്കേറ്റ മനോജിനെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാര്യയുടെ ബന്ധുവായ നിക്സനാണ് ആക്രമിച്ചതെന്ന് മനോജ് പറഞ്ഞു. ഇന്ന് രാവിലെ ചാപ്പാറ സബ് സ്റ്റേഷൻ പരിസരത്തായിരുന്നു സംഭവം. മോട്ടോർ ബൈക്കിൽ പോകുകയായിരുന്ന മനോജിനെ പിന്തുടർന്നെത്തിയാണ് ആക്രമിച്ചത്. ജോലി നൽകാത്തതിലും പണം കടം നൽകാത്തതിലുമുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മനോജ് പറഞ്ഞു. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ ശക്തി തെളിയിച്ച് COAയുടെ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ മാർച്ച്. KSEBയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൗരവമായി നടപടിയെടുക്കണമെന്ന് മുൻ MPയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ. COAയുമായി ധാരണാപത്രം ലംഘിക്കുന്ന KSEB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇക്കാര്യം വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും പ്രതാപൻ അറിയിച്ചു. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധിച്ച് COAയുടെ നേതൃത്വത്തിൽ ഈ മാസം 17 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമര പരമ്പരയ്ക്ക് മുന്നോടിയായാണ് COA ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. മുൻ MPയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. അദാനി, അംബാനി ഉൾപ്പെടെയുള്ള വൻകിട കോർപ്പറേറ്റുകളടക്കം ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ്. ഈ കേബിൾ TV മാത്രമല്ല, ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും പൊതുമേഖലയിൽ സംരക്ഷിക്കപ്പെടേണ്ട നമ്മുടെ BSNL അടക്കമുള്ള ആളുകളെ എല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ കൊടുക്കുന്നതിന് വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഈ ലക്ഷക്കണക്കിന് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നത്. പ്രത്യേകിച്ചും ഈ COAയിൽ തന്നെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ 5000-ൽ പരം ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ 12 ലക്ഷത്തോളം ആളുകൾക്ക് ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കേരളത്തിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം കൂടിയാണ് നിങ്ങളുടെ ഈ പ്രസ്ഥാനം. കേബിൾ TV രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും കോർപ്പറേറ്റുകൾ പിടിമുറക്കുകയാണെന്നും അവരെ സഹായിക്കുന്ന സമീപനമാണ് KSEB സ്വീകരിക്കുന്നതെന്നും പ്രതാപൻ പറഞ്ഞു. COAയുമായി ധാരണാപത്രം ലംഘിക്കുന്ന KSEB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇക്കാര്യം വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രതാപൻ അറിയിച്ചു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കേബിൾ TV വ്യവസായം സംരക്ഷിക്കാൻ നടപടി വേണമെന്നും KSEBയുടെ നിലപാടിനെതിരെ ഭരണകൂടം ഇടപെടണമെന്നും CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് പറഞ്ഞു. സാധാരണക്കാരെ പിഴിയുന്ന സമീപനം KSEB കേബിൾ ഓപ്പറേറ്റർമാർക്കെതിരെയും സ്വീകരിക്കുകയാണെന്നും മാനേജ്മെന്റിനോട് സംസാരിച്ച് നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ആവശ്യപ്പെട്ടു. കുത്തകകളെ സഹായിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് KSEB സ്വീകരിക്കുന്നതെന്നും KSEB നിലപാട് തിരുത്തുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് പറഞ്ഞു. COA ജില്ലാ സെക്രട്ടറി P ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു, ജില്ലാ ട്രഷറർ CG ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, തൃശൂർ. അന്തർസംസ്ഥാന വാഹനമോഷണത്തിൽ തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശിയും കാപ്പ പ്രതിയുമടക്കം 5 പേർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്നും 5 വാഹനങ്ങൾ കണ്ടെടുത്തു. ഒരു കണ്ടെയ്നർ ലോറി, 2 പിക്കപ്പ് വാനുകൾ, 1 കാർ എന്നിവയാണ് കണ്ടെടുത്തത്. രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയി തമിഴ്നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തിയിരുന്ന അന്തർസംസ്ഥാന വാഹന മോഷ്ടാക്കളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പൊള്ളാച്ചി കോവിൽപാളയം സ്വദേശി SK നിവാസിൽ സജിത്ത്, പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശികളായ പുന്നത്താടൻ വീട്ടിൽ വിജിത്ത്, പുന്നത്താടൻ വീട്ടിൽ രഞ്ജിത്ത്, തൃശൂർ ചിയ്യാരം സ്വദേശി പള്ളിപ്പാടത്ത് വീട്ടിൽ സുനിഷ്, നന്ദിപ്പുന സ്വദേശി കരിയത്ത് വളപ്പിൽ വീട്ടിൽ വിഷ്ണു എന്നിവരാണ് പിടിയിലായത്. ചാലക്കുടിയിൽ 2 നില വീടിന് മുകളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബോഗൺവില്ല പന്തൽ നയന മനോഹര കാഴ്ചയാകുന്നു. പിങ്ക് നിറത്തിലുള്ള ബോഗൺവില്ല പൂക്കൾ കനത്ത വേനലിലും മനം കുളിർപ്പിക്കുന്നു. കാടുകുറ്റി തൈക്കൂട്ടം പട്ടാളം കവളയിൽ പാറയിൽ വീട്ടിൽ ജോർജിന്റെ 2 നില വീടിന് മുകളിലാണ്
കൗതുകമുണർത്തുന്ന ബോഗൺവില്ല പന്തൽ. വീട്ടുമുറ്റത്ത് നട്ടിരിക്കുന്ന ചെടിയാണ് പടർന്ന് 2ാം നിലയുടെ വാർക്കയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. 50 വർഷം മുമ്പ് ജോർജിന്റെ പിതാവ് വീടിന് മുകളിൽ ബോഗൺവില്ല പടർത്തിയിരുന്നു. പിതാവിന്റെ കാലശേഷം വീടിന്റെ പുനർനിർമ്മാണം നടത്തിയ കാലത്ത് ചെടി വെട്ടിമാറ്റി. പിന്നീട് ഇതിൽ നിന്നൊരു കൊമ്പെടുത്ത് വീട്ടുമുറ്റത്ത് മുല്ലയ്ക്ക് പന്തലാക്കി. ഈ കമ്പ് കിളർത്താണ് ഇപ്പോൾ വാർക്കയ്ക്ക് മുകളിൽ ബോഗൺവില്ല പന്തലായത്. 25 വർഷത്തിലധികമായി ഈ വീടിന് അലങ്കാരമായി ബോഗൺവില്ല പന്തലുണ്ട്. നിൽപ്പുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത് അതിൻ്റെ കൊമ്പ് വളർന്നു വന്ന് പിന്നെയും ഒരു 25 കൊല്ലമായി. നല്ല ഭംഗിയായിട്ട് എല്ലാവരും ഇങ്ങനെ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ പലരും വന്ന് ഷൂട്ട് ചെയ്തൊക്കെ പോകാറുണ്ട്. അങ്ങനെ അപ്പനായിട്ട് വെച്ച് ഞാനായിട്ട് ഇതിങ്ങനെ കൊണ്ടു നടക്കണം. ഇതിന് വേറെ വെള്ളം ഒന്നും വേണ്ട, ഒരു പരിപാലനവും ഇല്ല, ജസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. കാര്യമായ പരിചരണം വേണ്ട എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മഴക്കാലം ഒഴികെയുള്ള എല്ലാ സമയത്തും നിറയെ പൂക്കൾ ഉണ്ടാകും. വീടിന് പന്തലൊരുക്കി നിൽക്കുന്ന ബോഗൺവില്ല പൂക്കൾ കാണാനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. നിരോധിത വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ മത്സ്യബന്ധന ട്രോളർ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥ സംഘം പിടികൂടി പിഴ ചുമത്തി. എറണാകുളം മുനമ്പം പള്ളിപ്പുറം ജനതാ ബീച്ച് സ്വദേശി മരിയാലയം വീട്ടിൽ ശെൽവരാജിന്റെ ഉടമസ്ഥതയിലുള്ള കരിഷ്മ 2 എന്ന ബോട്ടാണ് കുഞ്ഞൻ മത്സ്യങ്ങൾ പിടിച്ചതിന്റെ പേരിൽ ഉദ്യോഗസ്ഥ സംഘം പിടിച്ചെടുത്തത്. ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും തീരക്കടലിലും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കുഞ്ഞൻ മത്സ്യങ്ങളുമായി ബോട്ട് പിടിച്ചെടുത്തത്. ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും തീരക്കടലിലും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കുഞ്ഞൻ മത്സ്യങ്ങളുമായി ബോട്ട് പിടിച്ചെടുത്തത്. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിനു താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് ബോട്ട് പിടികൂടിയത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെയും കോസ്റ്റൽ SI ബാബു PP-യുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ട് പിടിച്ചെടുത്തത്. ഫിഷറീസ് സ്റ്റേഷൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ്, കോസ്റ്റൽ പോലീസ് എന്നിവരുടെ സംയുക്ത പെട്രോളിംഗിലാണ് കുഞ്ഞൻ മത്സ്യങ്ങളെ പിടിച്ച ബോട്ട് അഴിമുഖത്തിന് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും പിടിച്ചെടുത്തത്. നാട്ടിക മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ്, FO സഹന ഡോൺ, മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ പ്രശാന്ത് കുമാർ VN, ഷൈബു VM, ഷിനിൽ കുമാർ ER, കോസ്റ്റൽ SI അജയ് K, സീ റെസ്ക്യൂ ഗാർഡുമാരായ ഹുസൈൻ വടക്കേനോളി, വിജീഷ് എമാട്ട്, ശ്രാങ്ക് ദേവസ്യ, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. കർണാടകയിലെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കുന്ന കമ്പനികളിലേക്കും ടൂത്ത്പേസ്റ്റ് നിർമ്മാണശാലകളിലേക്കും കുഞ്ഞൻ മത്സ്യങ്ങളെ വ്യാപകമായ തോതിൽ മുനമ്പം ഹാർബറിൽ നിന്നും കയറ്റിപ്പോകുന്നുണ്ട്. മുനമ്പം ഹാർബറിൽ കുഞ്ഞൻ മത്സ്യം വാങ്ങി കമ്പനികൾക്ക് നൽകുന്നതിന് കമ്മീഷൻ ഏജന്റുമാർ നിരവധിയാണ്. ഇത്തരം അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്നും കുഞ്ഞൻ മത്സ്യങ്ങൾ കയറ്റിപ്പോകുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് പിഴ ചുമത്തും. കൂടാതെ നിരന്തരം കുറ്റകൃത്യം ആവർത്തിക്കുന്ന യാനങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് പോത്തനൂരാൻ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി മറ്റു വാർത്തകളിലേക്ക്. ഞങ്ങളെ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ അനുവദിക്കുക എന്നാവശ്യപ്പെട്ട് ആലത്തൂർ വെണ്ണൂർ പ്രദേശത്തെ ജനങ്ങൾ അവകാശ സമര പ്രഖ്യാപനം നടത്തുന്നു. മാർച്ച് 16 ഞായറാഴ്ച വൈകിട്ട് 5-ന് ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്താണ് 1 നൂറ്റാണ്ടിലേറെ കാലമായി ആലത്തൂർ വെണ്ണൂർ പ്രദേശത്ത് തലമുറകളായി താമസിച്ചു വരുന്ന ജനങ്ങൾ അവകാശ സമര പ്രഖ്യാപനം നടത്തുന്നത്. ദേവസ്വം പ്രദേശത്ത് 100 വർഷത്തിന് മീതെ താമസിച്ചു വരുന്ന ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 50 ഏക്കറോളം ഭൂമി കൈവശമുള്ള, എല്ലാ പ്രമാണങ്ങളും കൈവശമുള്ള വീട്ടുകാരുടെ പേരിൽ ആലത്തൂർ ദേവസ്വത്തിൻ്റെ പകരക്കാരൻ എന്ന പേരിൽ ഒരാൾ ജില്ലാ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്.
നിലവിലുള്ള പട്ടയങ്ങളും ആധാരങ്ങളും റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ കോടതി കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രദേശത്ത് നിലവിലുള്ള ഭൂ ഉടമകളുടെ സംഘടിക്കുവാനും അവർ മുന്നോട്ട് വരികയും അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായി ഇരിക്കുകയാണ്. സാധാരണക്കാരായ തങ്ങളുടെ ജീവിതാവകാശം ഇല്ലാതാക്കുന്ന വിധത്തിൽ നിയമ നടപടിയും വ്യവഹാരവുമായി ഒരു സ്വകാര്യ വ്യക്തി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇതുമൂലം നാട്ടുകാരുടെ വസ്തു ഉടമസ്ഥത അനിശ്ചിതത്തിലാവുകയും ബാങ്ക് വായ്പകളും ക്രയവിക്രയങ്ങളും നടത്താൻ പറ്റാത്ത സ്ഥിതി സംജാതമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഈ ക്ഷേത്ര ഭൂമിയുടെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ഒരാളുമായിട്ടുള്ള മറ്റ് വിരോധികളുണ്ട്. അവരെല്ലാവരും ആളുകളും ഈ കേസിന് എതിരാണ്. മാത്രമല്ല ഈ കേസിന്റെ പുറകിൽ കേരളത്തിലെ നിരവധി തരം കേസുകളിൽ നടത്തുന്ന കൃഷ്ണരാജ് എന്ന് പറയുന്ന വക്കീലുണ്ട്. അതാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അവകാശ സമര പ്രഖ്യാപനം നടത്തുന്നതെന്ന് ആലത്തൂർ വെണ്ണൂർ ഭൂസംരക്ഷണ സമിതി പ്രവർത്തകരായ ചെയർമാൻ TK ഗോപി, അഡ്വക്കേറ്റ് ജയരാമൻ പ്രകാശ് ബാബു എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കൊഴൂർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിയിട അഗ്രോ ക്ലിനിക്ക് ആരംഭിച്ചു. കൃഷി വിദഗ്ധരുടെ നേതൃത്വത്തിൽ കർഷകരുടെ കൃഷിയിടങ്ങളിൽ നേരിട്ടെത്തി വിളകളുടെ രോഗകീടങ്ങളുടെയും മറ്റു പ്രശ്നങ്ങൾ നേരിട്ട് അറിയുന്നതിനായാണ് അഗ്രോ ക്ലിനിക്കുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ആദ്യ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷനായ സന്തോഷ് കുമാർ, ബിജി വിൽസൺ, മറ്റു പഞ്ചായത്ത് അംഗങ്ങളായ ബിനോയ് പൗലോസ്, റോസ്മി രാജു, കൃഷി ഓഫീസർ അശ്വതി, മറ്റു കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അന്നമനട ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഏതെല്ലാം മേഖലകളിലേക്കാണ് വികസന പ്രവർത്തനങ്ങൾ വൃത്തിയാധിഷ്ഠിതമായിട്ടും സമൂഹത്തിന് മൊത്തത്തിൽ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന അധ്യാപകരെ, അസാധകന്മാരെ എല്ലാവരും പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളെയും ഞാൻ വെച്ചാട്ടിയ പ്രഖ്യാപിക്കാം. ഏറ്റവും നമുക്കറിയാം, നമുക്ക് കൈത്താങ്ങായി നിൽക്കേണ്ടതായിട്ടുള്ള വിഭാഗങ്ങളെയാണ് ചേർത്ത് വയോജനങ്ങളെയും ശേഷിയുള്ളതായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തിത്വങ്ങളെ അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് TK സതീശൻ, മഞ്ജു സതീശൻ, KE ഇക്ബാൽ, KK രവി നമ്പൂതിരി, ഷിജ നസീർ, ആനി ആനി, MU കൃഷ്ണകുമാർ, DV സുരേഷ് കുമാർ, മോളി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അന്നമനടയിൽ മർച്ചന്റ് അസോസിയേഷൻ, വനിതാ വിങ്, യൂത്ത് വിങ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് പണ്ട് മദ്യമായിരുന്നെങ്കിൽ, അത് കഞ്ചാവായിരുന്നെങ്കിൽ, പിന്നീട് ഹെറോയിനും ഹാഷിഷ് പോലുള്ള ലഹരി വസ്തുക്കളാണെങ്കിൽ ഇന്ന് രാസപദാർത്ഥങ്ങളടങ്ങിയ സിന്തറ്റിക്കൽ ലഹരി വസ്തുക്കളിലൂടെ അത് MDMA പോലുള്ള ഇപ്പോൾ സർവ്വസാധാരണമായി യുവാക്കളിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാസ ലഹരി വസ്തുക്കളുടെ പിടിയിലേക്ക് അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു പുത്തൻ ഓരോ ദിവസവും പുതിയ പുതിയ ലഹരി വസ്തുക്കൾ എന്ന നിലയിൽ യുവസമൂഹം അടിമപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ കോവിഡിൻ്റെ ഒരു വലിയ അതിപ്രസരണത്തിന് ശേഷം പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവസമൂഹം അത് ഡിജിറ്റൽ ലഹരിയിലേക്കും ഈ സിന്തറ്റിക് ലഹരിയിലേക്കും പോകുന്ന ഒരു കാലഘട്ടത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ചേമ്പലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് KK രവി നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു. VA ഡേവിസ്, ജിൻസി ഡേവിസ്, ഷനു അയ്യാരിൽ, നന്ദൻ മേനോൻ, നിസാർ വാളൂർ, PR മധുസൂദനൻ, PA ഡേവിസ്, KT ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി.
ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കപ്പലണ്ടി കൃഷി വിളവെടുപ്പ് നടത്തി. കോച്ചാലി പെരുന്തോടിന് സമീപം തരിശു ഭൂമിയിൽ നടത്തിയ കപ്പലണ്ടി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം MLA E.T. ടൈസൺ നിർവഹിച്ചു. പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. 5 പഞ്ചായത്തുകളിൽ കൂടി കടന്നുപോകുന്ന പെരുംതോടിന്റെ സമീപത്ത് ആദ്യമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്താണ് ഒക്ടോബർ മാസത്തിൽ കപ്പലണ്ടി കൃഷി ഇറക്കിയത്. കൃഷിസ്ഥലത്ത് കൂർക്ക, മരച്ചീനി, പയർ തുടങ്ങിയ വിവിധ ഇനം കൃഷികൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി JLG ഗ്രൂപ്പുകളാണ് നടത്തിവരുന്നത്. 750 ഗ്രാം കപ്പലണ്ടി വിത്ത് വിതച്ചതിൽ നിന്ന് 10 കിലോഗ്രാം വിളവെടുപ്പ് ലഭിച്ചു. 30 തൊഴിലാളികൾക്ക് 50 ദിവസം തൊഴിൽ നൽകാനും സാധിച്ചു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ജയ, വാർഡ് മെമ്പർ KR രാജേഷ്, MGN REG അസിസ്റ്റന്റ് എഞ്ചിനീയർ NM ശ്യാംലി, MV വിദ്യ, ലിനി, മേറ്റി ശ്രീജ, പെരുന്തോട് സംരക്ഷണ സമിതി ചെയർമാൻ ഷിജു TS തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൊടകര പഞ്ചായത്ത് തല പഠനോത്സവം കൊടകര GLP സ്കൂളിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ CDCB അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു മുഖ്യാതിഥിയായിരുന്നു. BRC പ്രതിനിധി ജൂണി വിഷയാവതരണം നടത്തി. BRC പ്രതിനിധി സ്റ്റെഫി, MPTA പ്രസിഡന്റ് മഞ്ജുഷ സതീഷ്, OSTA അംഗം രാജലക്ഷ്മി, സ്കൂൾ ലീഡർ VA ആദിലക്ഷ്മി, സ്റ്റാഫ് സെക്രട്ടറി MV ഗീത, സീനിയർ അധ്യാപിക ഷീജ ശ്രീധർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ പഠന മികവുകൾ അവതരിപ്പിച്ചു. അഴീക്കോട് IMUP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ഒരു വർഷം കുട്ടികൾ നേടിയ പഠനാനുഭവങ്ങളുടെ അവതരണമാണ് പഠനോത്സവം. സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികൾ നേടിയ ശേഷികളുടെ തെളിവുകളുടെ അവതരണം കൂടിയാണ് പഠനോത്സവങ്ങൾ. എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസീന റാഫി പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. മനാഫ് അഴീക്കോട്, നസീർ പദപ്പുള്ളി, ഷമീറ താജുദ്ദീൻ, സറീന സഗീർ, ഷിഫ്ന, സബിത ഹബീബ്, പ്രധാന അധ്യാപിക ബീന എന്നിവർ സംസാരിച്ചു. ചാലക്കുടി മരത്തോമ്പള്ളി ശ്രീകൃഷ്ണോത്സവത്തിൽ തിരുവുത്സവം 18 മുതൽ 25 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തന്ത്രി ബ്രഹ്മശ്രീ നെടുമ്പള്ളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികനാകും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി 16-ന് സാംസ്കാരിക സമ്മേളനവും സമാദരണ സദസ്സും നടത്തും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും. 18-ന് രാത്രി 8:30-ന് ഉത്സവത്തിന് കൊടിയേറും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ രമേഷ് കുമാർ, KB മുരളീധരൻ, I സദാനന്ദൻ, E ആനന്ദകൃഷ്ണൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ചാപ്പാറ പാറയ്ക്കൽ 42 വയസ്സുള്ള മനോജിനെയാണ് ബന്ധു ആക്രമിച്ചത്. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ ശക്തി തെളിയിച്ച് COAയുടെ വൈദ്യുതി ഭവൻ മാർച്ച്. KSEBയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൗരവമായി നടപടിയെടുക്കണമെന്ന് മുൻ MP TN പ്രതാപൻ. അന്തർസംസ്ഥാന വാഹനമോഷണത്തിൽ തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശിയും കാപ്പ പ്രതിയുമടക്കം 5 പേർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്നും 5 വാഹനങ്ങൾ കണ്ടെടുത്തു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.